ചാവക്കാട് മണത്തല ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചാവക്കാട് ബൈപ്പാസ്. ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്ന ഈ ഭാഗത്തൊക്കെ മണ്ണ് കൂട്ടിയിട്ടതും മെറ്റൽ കൂട്ടിയിട്ടതായിരിക്കും കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ലെന്ന്. ഇപ്പോൾ കുറേ മെറ്റലുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, മണ്ണുകൾ സ്റ്റോക്ക് ചെയ്തത് കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള നമുക്ക് തിരുവത്ര പുന്നയൂർ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഒരു ക്രെയിന് മാത്രമാണ് കാണുന്നത്, വർക്കൊന്നും നടക്കുന്നത് കാണുന്നില്ല. ഇങ്ങോട്ട് മെറ്റലും മണ്ണും കൊണ്ടുപോയിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ചളി പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അണ്ടർപാസ് വരുന്ന ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഉള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ തുടക്കമിട്ടിട്ടുണ്ട്. ഇവിടെ കാണാൻ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ടാറിങ് വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സൈഡിലുള്ള പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. ആ സൈഡിലൊക്കെ ഫുള്ളായിട്ട് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനി അവിടെയൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. മുന്നോട്ടുള്ള ഭാഗത്ത് ഇവിടുന്ന് കട്ട വെച്ച് ഇങ്ങനെ വർക്കുകൾ ചെയ്യാനുണ്ട്. അവിടെ നിന്നുള്ള മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് സർവീസ് റോഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. കല്ലിൻ്റെ മുകളിലൂടെ ചാടി പോകുന്ന ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ. നല്ല പൊടിയും മണ്ണൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊന്ന് നോക്കാം. കുറച്ച് മുന്നോട്ട് വരുമ്പോഴുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെയാണ് ഇവരെ കമ്പനീൻ്റെ സ്റ്റേ ചെയ്യുന്നതൊക്കെ, വർക്കേഴ്സൊക്കെ ഇവിടെ അതിൻ്റെ സ്ലാബുകളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ ഇവിടെയാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മണ്ണിങ്ങനെ ലെവൽ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഇങ്ങനെ മണ്ണ് ഇട്ട് വെച്ചിന്ന്. ഇനി ഇതാ ഒരു വണ്ടി ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇവരെ ലോറികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അല്ലല്ലേ, ഇവിടെ ഓക്കെ, ഇവിടെ സ്ലാബുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നത്. ഇവിടെ സ്ലാബുകൾ വെക്കാനുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് സ്ലാബുകളൊക്കെ ഇങ്ങനെ കയറുകളൊക്കെ കെട്ടിയിട്ട് ലെവൽ ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മണലാണ് കേട്ടോ. മണ്ണായതുകൊണ്ട് കുറച്ച് ഈസി ആയിരിക്കും വർക്ക് എന്നാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നതാണ്. പിന്നെ ഇവിടെ സ്ലാബുകൾ പൊക്കി വെക്കാനുള്ള ക്രെയിനുകൾ റെഡിയാണ്. സ്ലാബുകളൊക്കെ ഇവിടെ കാണാം. മണ്ണായതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ലാബ് വെക്കുന്ന വർക്കുകൾ തുടക്കമിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇവരെ എല്ലാ ക്യാമ്പ് സ്റ്റോറിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വർക്കേഴ്സ് താമസിക്കുന്നത് ഇവിടെ. വണ്ടിൻ്റെ വർക്കുകളൊക്കെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ ഭാഗങ്ങളിലാണ്. കാണാൻ ഒരുപാട് കമ്പനീൻ്റെ വണ്ടികളുണ്ട്. ഇതാണ് നമ്മുടെ റോട്ടിൽ നിന്നൊക്കെ മണ്ണൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന വണ്ടി. ഇത് ക്രെയിനുകൾ, ഇങ്ങനെ ലൈറ്റുകൾ, ചെറിയ ഇതുപോലുള്ള റോളർ മെഷീനുകൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും. ഇതൊക്കെ ഇവർ ക്യാമ്പും കൂടെ അവിടെയാണ് ഒരു വർക്ക്ഷോപ്പൊക്കെ കണ്ടില്ല. ആ ഷീറ്റ് കിട്ടുക ആ ഭാഗത്താണ്. അപ്പോൾ JCB അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഓയിൽ ചേഞ്ചിങ് മറ്റുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്താണ് ഇവർ ചെയ്യുന്നത്. ഇതാണ്. ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങാനുണ്ട്. ഇവിടെ റോഡ് വർക്കുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ ഉള്ള വർക്കുകൾ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളൂ. ആ ഭാഗത്ത് അണ്ടർപാസ് വരുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു ഭാഗമാണ്. അവിടേക്ക് ഇങ്ങനെ മണ്ണിങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. സ്ലാബിൻ്റെ വർക്കുകളോടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം, മുൻഭാഗത്തേക്ക്. മണത്തല ഭാഗത്തുനിന്ന് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു അണ്ടർപാസ്സാണ് ഇത്. ഈ ഭാഗത്തും ഇതാണ്. സർവീസ് റോഡിൻ്റെ കാര്യം പറയണ്ട, തകർന്ന് കിടക്കുകയാണ്. വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ പൊടിയും മണ്ണൊക്കെയാണ് ഇതിനെ. ഇവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും കഴിയാനുണ്ട്.
ഇവിടെ ജോയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡിലും ജോയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. മണത്തല ഭാഗത്തെ സ്കൂളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഈ സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്താണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ചളി പിടിച്ച് കിടക്കാട്ടോ, അടിഭാഗത്തൊക്കെ നിറയെ ചെളിയാണ്. ഇതാണ് ഈ സൈഡിലേക്ക് വരുമ്പോഴുള്ള സർവീസ് റോഡ്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പഴയ റോഡാണ്, ഇപ്പോഴും വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പോകുന്നതൊക്കെ. ഇതാണ് സ്കൂള്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ടാറൊക്കെ ഒഴിച്ച് കുറച്ച് മെറ്റലുകളൊക്കെ നിറച്ച് എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അടിക്കളിച്ചാണ് വാഹനങ്ങൾ പോകുന്നത്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനി ചെയ്യാണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അതുപോലെ ഹോളുകൾ കൊടുത്ത് കാണാം നമുക്കിവിടെ. ഇതൊക്കെ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് ജോയിൻറ്റിങ് ചെയ്ത ഭാഗം. ജോയിൻറ്റിങ് ചെയ്ത ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ജോയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വരാനുള്ളത് പെയിൻറ്റിങ് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനിയും ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ്. പൊടി പാറിയിട്ടാണ് ഇതിലൂടെ വാഹനങ്ങൾ പോകാൻ തന്നെ പറ്റുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഒരു 100 മീറ്ററോളം മുന്നോട്ട് വരുമ്പോൾ പുതിയറ തിരുവത്ര ഭാഗത്തേക്ക് ഉള്ളൊരു കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ മെയിൻ ഹൈവേൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറേ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി റോഡിൻ്റെ ക്രാഷ് ബാരിയറിലൊക്കെ പെയിൻറ് ചെയ്യാനുള്ള വർക്കുകളുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് കൂടുതൽ വർക്ക് നടക്കാനുള്ളത്. ഇവിടെ കാണാം നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഭാഗം തന്നെ വാഹനങ്ങളൊക്കെ പതുക്കെ പോകുന്നത്, പൊടി പാറിയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ അടുത്ത് പോയി നോക്കാം. തിരുവത്ര ഭാഗത്തേക്ക് ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഇങ്ങനെ മുന്നേ ഉള്ളത് പറയാൻ അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. ഞാൻ ഈ ഭാഗത്തൊക്കെ അധികം വരാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. തിരുവത്ര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് അണ്ടർപാസ്. ഇവിടെയൊക്കെ ഇതാണ് സ്ഥിതി. ചളി പിടിച്ച് കിടക്കുകയാണ് റോഡ്. അപ്പോൾ ഈ റോഡിൽ ഇങ്ങനെയുള്ള ഈ ചളിയും പൊങ്ങിക്കണ കല്ലൊക്കെ ഈ വണ്ടി ഉപയോഗിച്ച് അവരിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ചാടി ചാടി പോകുന്ന വാഹനങ്ങൾക്ക് ഒരു ചെറിയൊരു ഇതായിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെ വണ്ടി വെച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. എന്നാലും പൊടി മണ്ണിനൊന്നും ഒരു കുറവില്ല. റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആളുകളൊക്കെ വായ മൂടിയിട്ടാണ് പോകുന്നത്. മൂക്കൊക്കെ പൊതിഞ്ഞൊക്കെയാണ് പോകുന്നത്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു അണ്ടർപാസ്. തിരുവത്ര അയിനപ്പുള്ളി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന ഭാഗത്ത് വരുന്ന അണ്ടർപാസ് ആണിത്. ഇവിടെ കാണാൻ നമുക്ക് വലിയൊരു ഹൈറ്റ് ഇല്ല ഈ അണ്ടർപാസിന്. മറ്റു ഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് വളരെ കുറവാണ്. മണ്ണ് നീക്കുന്ന വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഈ കുണ്ടിലും കുഴിയിലൊക്കെ ചാടി ചാടി പോകുന്നുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പൊടി പറഞ്ഞാൽ അത്രക്കും ഭയങ്കരമായിട്ടുള്ള പൊടിയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത്. 100 മീറ്റർ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രം ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ ക്രാഷ് ബാരിയർ ഒന്നും വെച്ചിട്ടില്ല. ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രെയിനേജിൻ്റെ ഭാഗത്തൊക്കെ മണലായതുകൊണ്ട് മണലൊക്കെ ഇതിലേക്ക് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഡ്രെയിനേജും മണൽ കൊണ്ട് നിറയാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്ന ആ ഭാഗത്തൊക്കെ അവിടെ വർക്കുകളൊക്കെ ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്ത് ഇപ്പോൾ ലോറികളൊക്കെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. ഇനി ഇത് വർക്ക് കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നിർത്തുകയെന്ന് അറിയില്ല. വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ട്രക്ക് ലേബൈ ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് നോക്കാം. അപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. എടക്കയൂർ അണ്ടർപാസിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ ജോയിൻറ്റിങ് ചെയ്യുന്ന വർക്ക്, മണ്ണ് നിറക്കുന്ന വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കടൽ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കടൽ മണ്ണാണെന്ന് തോന്നുന്നത്. ഇവിടെ കാണാൻ കറുത്ത മണ്ണാണ് നിറച്ചിട്ടുള്ളത്. അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ആ ഭാഗത്ത് പുതുതായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൂടെയാണ് ഇപ്പോൾ
തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, ചാവക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഒറ്റ ലൈനിലായിട്ട് വരുന്നതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ആയിട്ടാണ് ഇപ്പോൾ കാരണം. നമുക്ക് ഗുരുവായൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന KSRTC അത് ഇനി ഇവിടെ ജോയിന്റിങ് വർക്കുകൾ നടക്കാനുണ്ട്, മണ്ണ് കെട്ടി ഇങ്ങനെ ഉയർത്താനുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാടുണ്ട്. ജനറേറ്ററിന്റെ സൗണ്ടാണത്, ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഉള്ള ഭാഗത്താണ് അടച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നത് ആ ഭാഗത്ത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. കണ്ടില്ലേ, കടൽ മണ്ണാണ് ഇവിടെയൊക്കെ നിറക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാർത്തയിൽ വന്നിന്ന് വിഷയങ്ങളായിന്ന്, ആകെ പ്രശ്നങ്ങളൊക്കെ ആയിന്ന്. കടൽ മണ്ണ് നിറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല, ഇവിടെയൊക്കെ അത് തന്നെയാണ് നടക്കുന്നത്. അങ്ങോട്ടൊക്കെ ഇനിയും മണ്ണ് നിറക്കാനുണ്ട്. മണ്ണിന്റെ ലഭ്യത കുറവ് കൊണ്ടായിരിക്കാം. ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകളൊക്കെ ഉണ്ട്, ജോയിന്റിങ് വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് അണ്ടർപാസിന്റെ ഉൾവശം. ഇവിടെയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ഹൈറ്റിൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റോട്ടിൽ ഇത്രയും പൊടിയുള്ള ഭാഗത്തൊക്കെ മാങ്ങ ഉപ്പിലിട്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ അങ്ങനെ വാങ്ങി തിന്നുന്നുണ്ട്. നിറയെ പൊടിയാണ്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ച. എടക്കയൂർ ടൗൺ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം, ഇങ്ങനെയാണ്. അപ്പോൾ മണത്തല ഭാഗത്തുനിന്ന് തുടങ്ങിയതാണ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.